ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂർ സ്ലാങ്ങിലാണ്. കണ്ണൂർ സ്ലാങ് എനിക്ക് അറിയുമെന്നുള്ളത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂർ തന്നെയാണോ എന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ സംസാരം അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ ചില വേർഡ്സ് മാത്രമേ എനിക്ക് വരാറുള്ളൂ കണ്ണൂരിലുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൂർ സ്ലാങ്ങിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല, കാരണം എനിക്ക് അത്ര നന്നായിട്ട് കണ്ണൂർ സംസാരിക്കാൻ അറിയില്ല. കാരണം ഞാൻ ഉമ്മാനോട് ഫോണിൽ സംസാരിക്കാൻ മാത്രമേ എനിക്കത് വരാറുള്ളൂ. അപ്പം ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. മുഴുവനായിട്ട് കാണണം, കാരണം നല്ല രസമാണ് കണ്ണൂർ ഭാഷ കേൾക്കാനായിട്ട്. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിൽ ഓരോ ഏരിയയിലും ഓരോ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് ആണ്. അപ്പോൾ എല്ലാം ഒരേപോലെയാണെന്ന് വിചാരിക്കരുത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അപ്പോൾ എൻ്റെ ആ മട്ടന്നൂരിലുള്ള ആ ഒരു ഏരിയയിലുള്ള ഒരു സംസാരമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കണ്ണൂർ സ്പെഷ്യൽ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സൽക്കാരത്തിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇതിനങ്ങനെ വലിയ പണിയൊന്നുമില്ല. നെയ്പ്പത്തിൽ അറിയെങ്കിൽ വേഗം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അതിൻ്റെ പേര് ആ ബെല്ലും കൂടെ ഒന്ന് ഞെക്കണേ. ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ കാഞ്ഞാൽ പിന്നെ ആടി ഇടി നോക്കി വെറുതെ സമയം കളയാണ്ട് വേമേ ഉള്ളി ഇടണേ. ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റണം, അല്ലെങ്കിൽ വല്ലാണ്ട് കടിക്കും. അപ്പോൾ അത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൻ്റെ ഒപ്പം മുളക് ഇട്ടോ, അല്ലെങ്കിൽ എരിയൂല. ഇതിനകത്തോട്ട് ഞാൻ ലേശം ഉപ്പിടുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം വഴറ്റാൻ പറ്റും. ഉള്ളി നല്ലോണം ആയിട്ടാകുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയിടുക. എന്നിട്ട് അവ് നല്ലോണം വഴറ്റണോ. ഇനിയാണ് നമുക്ക് മെയിൻ സാധനം ഇടണ്ടേ. മുളകും മല്ലിയിലെ കാക്കാ സ്പൂണേ പോണ്ട്. എരിഞ്ഞിട്ട് ആരും തന്നെ പറയണ്ട. അതിൻ്റെ ഒപ്പം നമുക്ക് ഗരം മസാലയും വേണോ, കുരുമുളക് പൊടിയും വേണോ. അത് രണ്ടെങ്കിലും അര സ്പൂൺ ഇട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങ് ഇളക്കിക്കോ. പക്കെങ്കിലും വല്ലാണ്ട് പെരകിയിട്ട് കാടി പെരകിയ പോലെ ആക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാരറ്റ് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കുക. ക്യാരറ്റ് നല്ലോണം വെന്തിട്ടാവുമ്പോൾ തീ അങ്ങ് ഓഫ് ആക്കുക. കരിയാമ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. നല്ല ചൊങ്കുണ്ടാവും മസാല. ഇനി നമുക്ക് പത്തിൽ വറുത്താം. ഞാൻ ആദ്യം തന്നെ നെയ്പ്പത്തിൻ്റെ അരി അരച്ച് വെച്ചിന്. നെയ്പ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിനേന്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി അരക്കുന്നത് എങ്ങനെയാണെന്നല്ലോ അതിനകത്ത് വൃത്തിക്ക് കൊടുത്തിനെ. വേണ്ടിക്ക് നോക്കിക്കോ. പത്തിലെല്ലാം നമ്മൾ ചപ്പിലാന്ന് പരത്തലല്ലോ. അതിന് വേണ്ടിയിട്ട് ബായച്ചപ്പ് വേണോ. അരച്ച് വെച്ച അരിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് വേമ്പേ ഉരുട്ടിയെടുക്കാം. ആടിയിടി നോക്കാണ്ട് വേമ്പേ പരത്തിയിടണേ. നല്ല ചുങ്കിൽ പരത്തണേ. ലാസ്റ്റ് എല്ലാം കൂടി പൈൻ്റെ വെള്ളത്തിലിടാനാക്കണ്ട. അപ്പം പത്തിലെല്ലാം ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വെക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളി മസാല ഇടാം. അതിലൊരു കുഞ്ഞി കഷ്ണം മുട്ട വെക്കാം. ഇതിൻ്റെ മേലെ വേറൊരു പത്തിൽ വെക്കാം. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നല്ലോണം കൈ കൊണ്ട് പരത്തിക്കോ. നല്ലോണം അമർത്തണോ. ഇനിയാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ചൂടാവുമ്പോൾ വേണോ പരത്തിയ പത്തിലിടാനായിട്ട്. പത്തിലിടുമ്പോൾ ഓയിൽ നല്ലോണം ചൂട് വേണോ, അല്ലേ പൊന്തൂലേ. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലോണം പൊന്തി വരും. അത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നല്ലോണം ചോക്കുമ്പോൾ നമുക്കങ്ങ് കോരാം.
അപ്പോൾ ഇതാണ് നമ്മളെ കണ്ണൂക്കാര അടിപൊളി സൽക്കാരത്തിലെല്ലാം കിട്ടുന്ന റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിനെങ്കിൽ എല്ലാവരും പറയണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ണൂക്കാർ ആരും തെറി വിളിക്കരുത് കമൻറ്റിൽ. എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. വല്ലാത്ത ഗതികേട് തന്നെ നമ്മുടെ ഭാഷ പഠിച്ചിട്ട് പറയാന്നുള്ളത്. കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി നിന്ന് കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷ നമ്മൾ കുറേയൊക്കെ മാറും. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സ്ലാങ്ങും കുറച്ച് മാറും. അങ്ങനെ പറ്റിയതാണ്. എനിക്ക് കറക്റ്റായിട്ട് കണ്ണൂർ ഭാഷ വരില്ല. ഇത് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 കുട്ടികളുണ്ട്, ജംഷീറ എന്ന് പറഞ്ഞിട്ട്. അവർ 2 പേരുമാണ് എനിക്ക് കുറേയൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ചുമ്മാ ഒരു തമാശയൊക്കെ ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഞാൻ സബ്ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാർട്ടി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും അത്ര നന്നായിട്ടില്ല എന്ന് എനിക്കറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.